എൻ്റെ ഒരു അര ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? അരയെന്ന് പറയുമ്പോൾ എന്താ, പകുതി. ഒരു ദിവസത്തിൻ്റെ പകുതി ഡേ ഇൻ മൈ ലൈഫ്, അതായത് ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ പുറത്ത് നോക്കണതേ, ഒരു പ്രത്യേക തരം പക്ഷി വന്ന് അവിടെ ചില്ലയിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. രാവിലെ അടുക്കളയിൽ കയറിയ എല്ലാ വീട്ടമ്മമാരെ പോലെ എനിക്കും കൺഫ്യൂഷനാണ്. ദൈവമേ, ഇന്ന് എന്തുണ്ടാക്കും? അലങ്കോലം ഒഴിച്ച് ബാക്കി എല്ലാം ഞാൻ ഭംഗിയായിട്ട് ഉണ്ടാക്കൂല. അലങ്കോലം ഉണ്ടാക്കാൻ എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അലങ്കോല പണിയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കും. കുറച്ച് നേരം ഇങ്ങനെ കിളിപോയതുപോലെ നിന്നിട്ട് പുട്ടുണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അതാണല്ലോ ഏറ്റവും എളുപ്പമുള്ള പലഹാരം, പുട്ട് ഉപ്പുമാവ്. ഇതാണ് ഏറ്റവും മലയാളി വീട്ടമ്മമാർക്ക് എളുപ്പമുള്ള പലഹാരം. ഇതുവരെ റിസർച്ച് ചെയ്തതിൽ കണ്ടെത്തിയത് അതാണെന്നാണ് എൻ്റെ അറിവ്. പാവം, എൻ്റെ അടുത്ത് ഒരു ദ്രോഹവും ചെയ്യാത്ത പുട്ടിനെ ഞാൻ പിന്നിൽ നിന്നും കുത്തിയിട്ട് കട്ടപ്പയായി. ഗൈസ്, പാവം, ഇത്രയും മനോഹരമായി നമ്മുടെ വിശപ്പ് മാറ്റിയിട്ടും പിന്നിൽ നിന്ന് കുത്തുകളേക്കാനാണ് ഒരു വിധി. അത് ചോർന്ന് പോവാതിരിക്കാൻ വേണ്ടി ചില്ലിട്ട് തടഞ്ഞവർ എന്നെ പിന്നിന്ന് കുത്തിയിടുന്ന വല്ലാത്തൊരവസ്ഥയാണ് പുട്ടിൻ്റെത്. ഞാൻ എന്തിനാണ് ഈ പുട്ടിനെ ഓർത്ത് ഇങ്ങനെ അധികം ടെൻഷൻ അടിക്കുന്നത്? നമ്മൾ വയറ്റിൽ പോണ സാധനമില്ല, എന്തെങ്കിലും ആയിക്കൊണ്ട് പെട്ട്. അങ്ങനെ പുട്ടിന് മാവെടുത്ത പാത്രം ഞാൻ അപ്പം തന്നെ കഴുകി വെച്ചു. എനിക്ക് പാത്രങ്ങൾ അപ്പോഴപ്പോഴും കഴുകി വെക്കണം കേട്ടോ. ഇങ്ങനെ ഇട്ട് കുന്നുകൂട്ടണം ഇഷ്ടമില്ല. അഥവാ തീരെ മടി വരുമ്പോൾ മാത്രമേ ഞാൻ കുന്നുകൂട്ടാറുള്ളൂ. ഈ ബക്കറ്റിൻ്റെ അടപ്പ് ഇങ്ങനെ വെച്ചേക്കുന്നത് വേസ്റ്റൊക്കെ ഞാൻ അതിൽ പിടിച്ചിട്ട് വേസ്റ്റൊക്കെ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ നിറയുന്ന വെള്ളമാണ് ഞാൻ സിങ്കിലോട്ട് ഒഴിക്കണത്. അങ്ങനെ പുട്ടുണ്ടാക്കി. ഇന്ന് പുട്ടിന് കോമ്പിനേഷനായിട്ട് പയറാണ് കേട്ടോ. പയർ പുഴുങ്ങി എടുത്തിട്ടുണ്ട്, ചെറുപയർ. ഇനി ഇതിൽ കുറച്ച് താളിക്കാൻ വേണ്ടി മാറ്റണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപ്പ് കറി, ചെറുപയർ കറി കുഞ്ഞുവിന് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപയർ കറിക്ക് വേണ്ടി മാറ്റും. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചായ. ചായ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വികാരമാണ് ഗൈസ്. ഒരു ദിവസം 10 ചായ വേണമെങ്കിലും കുടിക്കും, പക്ഷേ ആരെങ്കിലും ഇട്ട് തരണമെന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ ചീനച്ചട്ടി വെച്ചു. ഇത് താളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പയർ താളിക്കണമല്ലോ പുട്ടിന് കഴിക്കാൻ. അങ്ങനെ ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു. ഇനി ഞാൻ മാറി നിൽക്കും. ഇതിനേക്കാളും എനിക്ക് പേടിയുള്ളൊരു സാധനമുണ്ട്. കടുക് പിന്നെയും കുഴപ്പമില്ല, ഇതേ കറിവേപ്പില ഇട്ടിട്ട് ഞാൻ ഒരു ഒറ്റ ഓട്ടമാണ് കഴിച്ച് ഓടിത്തള്ളിക്കളയും. എനിക്ക് ഭയങ്കര പേടിയാണ്. കണ്ടില്ലേ, സ്റ്റൗ ഓഫാക്കിയിട്ടാണ് കേട്ടോ ഇട്ടത്. എന്നിട്ട് ഞാൻ ഓടി മാറി നിന്ന് ഇതിലോട്ട് കുറച്ച് പയർ ഞാൻ ഊറ്റിയെടുത്തതാണ് കേട്ടോ. ഊറ്റിയെടുക്കുമ്പോൾ നമ്മളിവിടെ വടിച്ചെടുക്കുക എന്ന് പറയും. കാര്യം ഇതിൻ്റെ വെള്ളം കളയുമല്ലോ. അതിൻ്റെ പയർ വേവിച്ച വെള്ളം നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അതിൻ്റെ ആ ഒരു ഇതിഷ്ടമല്ല കേട്ടോ. ഒരു ഉപ്പൊക്കെ ചേർത്ത് ആദ്യം ചെറുതിലേക്ക് ഉമ്മ തരുമായിരുന്നു, അപ്പം ഞാൻ കുടിക്കുമായിരുന്നു. പിന്നെ എനിക്കെന്തോ അതിൻ്റെ അടുത്തുള്ള ഒരു ഇതങ്ങ് പോയി, അത്ര ഇഷ്ടമില്ലാതായി. അങ്ങനെ അപ്പോഴപ്പോഴേ എല്ലാ ഇതും തുടച്ചൊക്കെ ഞാൻ അങ്ങിടും. കാര്യം ഞാൻ തന്നെ ഒറ്റയ്ക്കെല്ലാം ചെയ്യണമല്ലോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായപ്പോൾ ഒരു ഇച്ചിരി പുട്ടും ഇച്ചിരി പയറും എനിക്ക് ഒരു ഗ്ലാസ് ചായയായിട്ട് ഞാൻ അങ്ങോട്ട് പോയി ഇറയത്തെന്ന് വെച്ചാൽ ഹാളിൽ. ഞാൻ പച്ച പരിഷ്കാരിയൊന്നും ആവണില്ലടേ. ഹാളിൽ പോയിരുന്നിട്ട് എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്തു, ഞാൻ കഴിച്ചു. അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞു വന്നു, പല്ലൊക്കെ തേച്ചിട്ട് കുറേ നേരം എൻ്റെ മടിയിൽ കയറിയിരുന്നു. അവൻ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം അവനെ ഒന്നുകിൽ ഞാൻ എടുക്കണം, അല്ലെങ്കിൽ എൻ്റെ മടിയിരിക്കണം. അങ്ങനെ കുറച്ച് സമയം വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ TV കണ്ടുകൊണ്ടിരുന്നു. ഇച്ചിരി നേരം ഹാളിലിരുന്ന് TV കണ്ടു, ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവന് ഞാൻ പുട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന പാത്രത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ അവന് കഴിച്ചത്. അവൻ്റെ ചായ അവൻ ആദ്യമേ കുടിച്ചങ്ങ് തീർത്ത്. അവൻ എപ്പോഴും അങ്ങനെയാണ്, ചായ അങ്ങ് കുടിച്ച് ഒറ്റ വലിക്ക് തീർക്കും. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ കൂടെ ചായ ഇല്ലാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് എൻ്റെ ചായ കുടിക്കും. അപ്പം അവനെന്തോ ചാനൽ മാറ്റണം. ഞാൻ പാട്ടിടാൻ വേണ്ടി റിമോട്ട് ചോദിച്ചപ്പോൾ തരൂലെന്ന് പറഞ്ഞ് റിമോട്ട് ഒളിപ്പിച്ച് വെച്ചേക്കുകയാണ്. കാർട്ടൂണാണ് ഇട്ട് വെച്ചേക്കണം. എൻ്റെ ഗതികേട് കൊണ്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് റിമോട്ട് തന്നു കേട്ടോ. അങ്ങനെ ഞാൻ പാട്ടിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് രാവിലെ 2 പാട്ട് കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതിൻ്റെ പരസ്യം കയറി വന്ന്. അപ്പോൾ ഇതാണ് ഞാൻ കണ്ട പാട്ട്, വിജയ് സേതുപതിയുടെ പാട്ടാണ്. ഇത് അറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യണേ. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പാട്ടാണ് വിജയ് സേതുപതിയുടെ. അതേ സൗണ്ട് വോളിയം കൂടി പോകുന്നതുണ്ട്, നല്ല സൗണ്ടിൽ വയ്ക്കും. ഒരു പാട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അന്നത്തെ ദിവസം ഫുൾ ഹാപ്പി. അങ്ങനെ വിജയ് സേതുപതിയുടെ പാട്ട് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കാണെങ്കിൽ ക്രഷ് അടിച്ചു പോകും കേട്ടോ. വിജയ് സേതുപതി കണ്ടാൽ ഞാൻ തണ്ട ഇങ്ങനെ അന്തം വിട്ട് വായും വിളിച്ച് നോക്കിക്കൊണ്ടിരിക്കണം. കൂടെ പാടുന്നുണ്ട്. എനിക്ക് എന്തോ ഇതുവരെ നമ്മൾ താരാരാധനയൊക്കെ നമുക്ക് തോന്നും, പക്ഷേ എനിക്ക് ക്രഷ് അടിച്ച് കല്യാണം കഴിക്കണമെന്ന് തോന്നിയിട്ടുള്ള ഒരേ ഒരു നടൻ വിജയ് സേതുപതിയാണ് കേട്ടോ. എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഒരു പുള്ളിക്കാരൻ്റെ സ്മൈലും ബോഡി ലാംഗ്വേജും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഞാൻ വിജയ് സേതുപതിയുടെ ഒരു പാട്ടെങ്കിലും കാണും. അത് TV ഇല്ലായിരുന്നപ്പോൾ ഫോണിൽ കാണുമായിരുന്നു. ഫോണിൽ കാണാൻ കേൾക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് മലയാളത്തെക്കാളും കൂടുതൽ തമിഴ് പാട്ടുകളൊക്കെയാണ് കാണാനും കേൾക്കാനും ഒക്കെ ഇഷ്ടം. അങ്ങനെ ആ പാട്ട് കണ്ടതിൻ്റെ ഹാങ് ഓവറിൽ വെറുതെ റൂം തുറന്ന് ബാൽക്കണിയിൽ പോയി നിൽക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം ഒന്ന് വൈബടിക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പം അവിടെ എങ്ങും ഒരു പട്ടിക്കുഞ്ഞിനെ പോലും കാണാനില്ല. വണ്ടികൾ മാത്രം തുരുതുരാ പോകുന്നു. അതേ ആ കാണുന്നത് ഓട്ടോ സ്റ്റാൻഡാണ്. അങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ എൻ്റെ അലോമോളെ ഒന്ന് നോക്കണമെന്ന് വിചാരിച്ച് പോയി നോക്കി. എൻ്റെ അലോമോൾ അവിടെ ഒരു കുഴപ്പമില്ലാതെ നിൽപ്പുണ്ട്. ഞാൻ നട്ടതാണ് കേട്ടോ. ഞാൻ നട്ടൊരു സാധനം ഇത്രയും നന്നായിട്ട് പൊടിക്കണം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. റൂമിലോട്ട് വന്നപ്പോൾ എൻ്റെ പാത്തൂട്ടി എഴുന്നേറ്റ് പോയപ്പം യുദ്ധം കഴിഞ്ഞ യുദ്ധഭൂമി പോലെ കിടക്കുകയായിരുന്നു. ആയുധങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടാണ് അവൾ പോയത്. അപ്പോൾ ഈ സ്റ്റാൻഡിൽ കിടക്കുന്ന ഈ തുണികൾ ഇനി എനിക്ക് മടക്കി വെക്കണം.
ഇതൊക്കെയാണ് എൻ്റെ ജോലികൾ. അങ്ങനെ ജി.വി. പ്രകാശിൻ്റെ ഒരു പാട്ട് ഇട്ടുകൊണ്ട് ഞാൻ ബാൽക്കണിയിലോട്ട് ഇറങ്ങി. എന്തിനാണെന്ന് വെച്ചാൽ ഈ ബാൽക്കണി മൊത്തം ഞാൻ തൂക്കും കേട്ടോ. അത് എനിക്കാണെങ്കിൽ എൻ്റെ വീടിൻ്റെ ആ ഒരു ഫ്രണ്ട് മാത്രം അങ്ങനെ അടിച്ചു വാരിയിടുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ കുടുംബ വീട്ടിലായിരുന്ന സമയത്ത് ഞാൻ അങ്ങ് വീട്ടിലായിരുന്നപ്പോൾ അവിടുത്തെ ഇൻ്റർലോക്ക് വരെ ഞാൻ തൂത്ത് വൃത്തിയാക്കുമായിരുന്നു. കാര്യം എനിക്ക് അപ്പം നമ്മുടെ ഇത് മാത്രം വൃത്തിയായി കിടക്കട്ടെ അങ്ങനെ ഒരു ഇതില്ല. അങ്ങനെ ഞാൻ അവിടെ മൊത്തം തൂത്ത് അപ്പുറത്തൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയൊരു റൂമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടൊക്കെ ഞാൻ തൂത്ത് ഒതുക്കി അങ്ങ് അറ്റം വരെയും തൂത്തുകൊണ്ട് പോയി. ഇപ്പം ജി.വി. പ്രകാശിൻ്റെ ഒരു പാട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഉനക്കെന മട്ടും വാഴും ഇതയമടി ഉയിരുള്ളവരെ ഞാനൊന്നടിമയടി പിറൈ തേട്. ആ പാട്ട് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ തൂത്ത് പോണത്. തൂത്ത് ഈ പഞ്ചായത്ത് മൊത്തം ഞാൻ തൂത്ത് മുന്നേറും ഗൈസ്. തൂത്തിട്ട് കണ്ട ഞാൻ ഇപ്പം തിരിച്ചു വരും. എന്നെ കണ്ടില്ലെന്ന് വെച്ചാൽ ആരും വിഷമിക്കേണ്ട. ദേ പറഞ്ഞ കണ്ട അങ്ങനെ അവിടെ മൊത്തം അടിച്ചു വാരി. ഈ അടിച്ചു വാരിയിട്ട സ്ഥലമുണ്ടല്ലോ, ഇത് അടിച്ചു വാരി കഴിഞ്ഞിട്ട് അതൊന്ന് തുറന്ന് നോക്കി നിർവൃതി അടയുക. അങ്ങനത്തെ ഒരു പ്രത്യേകതരം സൈക്കോ ആണ് ഗൈസ് ഞാൻ. കഥ അടച്ചിട്ട് പിന്നെ തുറന്നിട്ട് ഇതേ കണ്ട ഇത് ഞാൻ മുറ്റം അടിച്ചാൽ ഇങ്ങനെയാണ് കേട്ടോ, കണ്ട് ആസ്വദിക്കും. അങ്ങനെ ബെഡൊക്കെ ദേ വിരിച്ചിട്ടപ്പോഴത്തേക്കും അതിലൊരുത്തം വന്ന് ഇടം പിടിച്ചിട്ടുണ്ട്. കാലിങ്ങനെ പൊക്കി വെച്ച് കിടക്കണം. എൻ്റെ അമ്മ എങ്ങാനും കണ്ടാൽ പറയും രക്ഷകർത്താക്കൾക്ക് കേടാണെന്ന്. എനിക്കിവിടെ അന്ധവിശ്വാസമൊന്നുമില്ല. അപ്പോൾ അതേ എൻ്റെ അരി റൈസ് കുക്കറിനകത്തിരുന്ന് തിളച്ച് തൂവി തുണികൾ ഞാൻ എല്ലാം വാരി പാത്തൂട്ടിക്ക് മടക്കാൻ ഇട്ട് കൊടുത്തു. ഇതിപ്പോൾ ഇട്ട 2-3 ഷോളാണ്. പാത്തൂട്ടി അവളുടെ ഡ്യൂട്ടി ഇവിടെ കൃത്യമായിട്ട് ഉറക്കത്തിന് എഴുന്നേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പുറത്തെ കസേര കിടക്കുന്നത് എനിക്ക് മടക്കാനുള്ള തുണികളാണ്. അങ്ങനെ ദേ എൻ്റെ ചെറുപയർ കറി റെഡിയായി. പിന്നെ ഇപ്പുറത്ത് പാത്തൂട്ടിയുടെ ഫേവറേറ്റ് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. അവൾക്ക് വെണ്ടയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. ശകലം ഒന്ന് കരിഞ്ഞിട്ടുണ്ട്. കരിഞ്ഞാൽ ടേസ്റ്റ് കൂടുമെന്ന് എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇച്ചിരിയൊക്കെ കരിക്കും. അങ്ങനെ ദേ ചോറ് റെഡിയായി. ഇപ്പുറത്ത് നല്ല നത്തോലി വറവല് ദേ പൊരിച്ചെടുക്കുന്നുണ്ട്. നത്തോലി വറുക്കുന്നതിൻ്റെ മണം അവിടെ മൊത്തം ഒഴുകി പരക്കുന്നുണ്ട്. ഇനിതാ ഈ ഒരു ബക്കറ്റ് തുണിയും കൂടെ അലക്കി കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ ജോലി മൊത്തം കഴിഞ്ഞു. രാത്രി നമ്മൾ കാപ്പിയൊന്നും അല്ലല്ലോ, അതായത് പലഹാരം അല്ലല്ലോ ഉണ്ടാക്കുന്നത്, ചോറാണല്ലോ കഴിക്കുന്നത്. ജോലിയെല്ലാം ഒതുങ്ങിക്കഴിഞ്ഞ് എനിക്ക് കുളിക്കാതെ ഞാൻ ഫുഡ് കഴിക്കില്ല കേട്ടോ. എല്ലാം ഒതുങ്ങി തുണിയും കഴുകി നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുളിക്കണം. അങ്ങനെ ഞാൻ കുളിച്ചിട്ട് കുട്ടപ്പിയായി വന്നിരുന്നു. എൻ്റെ പുലികളിയുടെ ഡ്രസ്സ്, അതായത് ഈ പുള്ളിയുള്ള ഡ്രസ്സിനൊക്കെ ഞാൻ പുലികളി ഡ്രസ്സ് എന്നാണ് പറയുന്നത്. ഞാൻ പുലികളിയുടെ ഡ്രസ്സും ഇട്ട് ജസ്റ്റ് ടിവിയും വെച്ച് ഏതോ ഒരു പാട്ട്, ഏത് പാട്ടാണ്, അലയേ സിട്രലയേ കരൈ വന്ന് തേടും, നമ്മുടെ AR റഹ്മാൻ്റെ പാട്ടുമൊക്കെ വെച്ച് അങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. എന്തൊരു വൈബല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവനാണെങ്കിൽ ഇപ്പോൾ ഒരു വക തന്നെത്താനെ വാരി കഴിക്കൂല, എല്ലാം ഞാൻ വാരി കൊടുക്കണം. അങ്ങനെ അവൻ തന്നെ വന്ന് അവൻ്റെ നേരെ ക്യാമറ വെച്ചിട്ട് നൊത്തോലി മൊത്തം തിന്ന് തീർത്തിട്ട് ആകപ്പാടെ 2 ഉരുള ചോറും തിന്നിട്ട് ഓടിക്കളഞ്ഞേട്ടാ. ഈ ഓട്ടിച്ചിട്ട് പിടിച്ചു കൊടുക്കണം. അവനാണ് ഫുള്ള് കഴിക്കത്തില്ല, കൊടുക്കുമ്പോൾ ഇള്ളൂളം നുള്ളിക്കിള്ളി കഴിക്കും. എന്നിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വിശക്കണം എന്നും പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ ഏതോ ഒരു വൈബ് പാട്ട് വെച്ചേക്കാണ്. മറ്റേ പാട്ടാണ് മോണിക്ക പാട്ടാണെന്ന് തോന്നുന്നു. ആ പാട്ടുമൊക്കെ കണ്ട് മോണിക്ക എന്നും തോന്നണം. എൻ്റെ കുലുക്കം കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നണത്. അങ്ങനെ പാട്ടൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട്. നത്തോലി വറുത്തത് ഞാൻ വറുത്തതായിട്ട് പറയണില്ല, അടിപൊളിയായിരുന്നു. പിന്നെ പച്ച മീൻ എങ്ങനെ കറി വെച്ചാലും നല്ലതായിരിക്കും. നമുക്കിവിടെ ഐസൊന്നും ചേർക്കാത്ത പച്ച മീനാണല്ലോ കിട്ടുന്നത്. ഇപ്പം നമ്മൾ ഫ്രിഡ്ജിൽ 2 ദിവസം വെച്ചിരുന്നിട്ട് എടുത്താലും അതിൻ്റെ ആ പച്ച ഇതൊന്നും പോകത്തില്ല. നമുക്ക് നല്ല മരുന്നൊന്നും ചേർക്കാത്ത ഫ്രഷ് മീനാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് മീൻ എങ്ങനെ കറി വെച്ചാലും, തേങ്ങ അരച്ച് വെച്ചാലും, പുളിയും മുളകും വെച്ചാലും, പൊരിച്ചാലും, എങ്ങനെ വെച്ചാലും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഞാനും കുഞ്ഞും കൂടെ അവിടെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞു പറഞ്ഞു, വെച്ച് നമുക്ക് ചവയ്ക്കുന്നത് ആക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 കൂടെ ഓരോ നൊത്തോലി എടുത്ത് വായിലിട്ട് ഇങ്ങനെ മൂണാന്ന് പറഞ്ഞ് ചവച്ച്. അപ്പോൾ എൻ്റെ എല്ലാ ജോലിയും തീർന്നിട്ടുണ്ട്. ഇനി ആ കഴുകിയ തുണിയെല്ലാം കൂടെ സ്റ്റാൻഡിലോട്ട് വിരിക്കണം. ഇതാണ് എൻ്റെ ജോലി. അപ്പോൾ ഒരു ദിവസത്തെ എൻ്റെ ഒരു ദിവസം ഏകദേശം ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഇതിപ്പോൾ ഉച്ചവരെ ഈ ജോലി നീണ്ടുപോയത് കുട്ടികൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ടാണ്. സ്കൂളുണ്ടെങ്കിൽ 10:30 ആകുമ്പോൾ എൻ്റെ ജോലി തീരും, ഞാൻ പിന്നെ വെറുതെ ഇരിക്കും. അപ്പോൾ ജോലി എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് ജസ്റ്റ് ഒന്ന് കിടന്നു. അപ്പോൾ ഇക്ക വീഡിയോ കോൾ വിളിച്ചിട്ട് ഇക്ക പോയി കഴിഞ്ഞപ്പോൾ ബുക്ക് കയ്യിലെടുത്തു. കുറച്ച് നേരം ബുക്ക് വായിക്കണം. പിന്നെ എൻ്റെ സെക്കൻഡ് ചാനലിൽ ഒരു ലൈവ് വരണം എന്ന് വിചാരിക്കണം. പാത്തോട്ടിയുടെ ഫോണിലാണല്ലോ എൻ്റെ സെക്കൻഡ് ചാനൽ. അപ്പോൾ അതിലൊരു ലൈവ് വരണം. അങ്ങനെ നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ എന്ന് പറയുന്ന ബുക്കാണ്, നിസാർ ഇൽത്തുമിഷിൻ്റെ ബുക്കാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ഇനി കുറേ വായിക്കാനുണ്ട്. എൻ്റെ വായനയൊക്കെ പകുതി മുടങ്ങി കിടക്കുകയാണ്. വീട് ഷിഫ്റ്റിങ്ങിന് ശേഷം ഞാൻ ഇതുവരെ ബുക്ക് അങ്ങനെ അധികം വായിച്ചില്ല. കുട്ടികൾ അവിടെ ഇരുന്ന് കാർട്ടൂൺ കാണുന്നുണ്ട്. എനിക്ക് സൗണ്ട് കൊടുക്കണം, വോയിസ് ഓവർ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞു വന്ന് ഡോർ അടച്ച് തന്നിട്ട് പോയി. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ മുത്തുമണീസ്.